നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. CPIM-നെതിരെയും CPIM-ന്റെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയും അതിരൂക്ഷമായ വിമർശനം നടത്തിയതിന് ശേഷമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിടുന്നത്. അതായത് പാർട്ടി എത്തിച്ചേരാവുന്നതിൽ വെച്ച് അത്യധികം ഭയാനകമായ ഒരു അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോഴുള്ളത്. 3 തവണ MLA ആയ ശേഷം സംസ്ഥാന സെക്രട്ടറി തൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൈമാറുകയാണ്. അത്തരത്തിലൊരു കുടുംബാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് TK ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. ആന്തൂറിലെ സാജൻ്റെ മരണവുമായി നേരിട്ടാണ് PK ശ്യാമളയ്ക്ക് ബന്ധം. ആ തരത്തിൽ ഒരാളിനെ, അതായത് ആ ഘട്ടത്തിൽ ആന്തൂറിലെ സാജൻ മരണപ്പെടുമ്പോൾ, ആന്തൂറിലെ സാജൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യയുടെ ഉത്തരവാദി PK ശ്യാമളയാണ് എന്ന തരത്തിൽ അതിശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ആ കാലത്ത് PK ശ്യാമളയ്ക്കെതിരെ ഉണ്ടായത്. ആ സമയത്ത് അതിൻ്റെ അന്വേഷണ ചുമതലയും അതിനെ നിയന്ത്രിച്ചിരുന്നതും താനാണ് എന്നും അതിൽ നേരിട്ട് PK ശ്യാമളയ്ക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ് പാർട്ടി കണ്ടെത്തിയതെന്നുമുള്ള വളരെ ശക്തമായ ആരോപണങ്ങളാണ് TK ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. കണ്ണൂരിലൊരു സ്ത്രീ മത്സരിക്കുന്നു എന്നും അത് തളിപ്പറമ്പിലായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി ഒരു പേര് വയ്ക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മധുസൂദനൻ്റെ പേര് പയ്യന്നൂരിലും വച്ചത് ജില്ലാ സെക്രട്ടറി തന്നെയായിരുന്നു. ഈ രീതിയിൽ നേരത്തെ തന്നെ ഈ 2 പേരുകളും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരികയായിരുന്നു. ആദ്യം ഒന്നും ഇങ്ങനെയല്ല, പാർട്ടിയുടെ നയം ഈ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ നയം തന്നെ ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുകയാണ്. PK ശ്യാമളയ്ക്കും മധുസൂദനനും വേണ്ടി എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. PK ശ്യാമളയുടെ പ്രവർത്തന ശൈലി തന്നെ ശരിയല്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതായത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പദവിയിലിരുന്നു കൊണ്ട് പാർട്ടി നയങ്ങളെയും പാർട്ടി ശൈലിയെയും അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നും അതിന് MV ജയരാജൻ കൂട്ടുനിന്നു എന്നുമാണ് പറയുന്നത്. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ പേര് പരാമർശിച്ചപ്പോൾ തന്നെ ഇത് ശരിയല്ല, ഇവരെ നിർത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരുകളാണ് മേൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചത്. എന്നാൽ ഒറ്റ പേര് മാത്രമാണ് മേൽ കമ്മിറ്റിയിൽ MV ജയരാജൻ എത്തിയത്. ആ രീതിയിൽ വളരെയധികം ഗൂഢാലോചനയാണ് MV ജയരാജനും ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട് TK ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ മധുസൂദനന് നേരെ ഉള്ള ആരോപണം എന്ന് പറയുന്നത് നേരത്തെ കുഞ്ഞികൃഷ്ണൻ ആരോപിച്ച അതേ ആരോപണം തന്നെയാണ് ഇപ്പോൾ മധുസൂദനന് നേരെ TK ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. കടുത്ത അഴിമതിയാണ് മധുസൂദനൻ നടത്തിയത് എന്നും ആ മധുസൂദനെ കുറിച്ചുള്ള വ്യക്തമായ ഓഡിറ്റ് റിപ്പോർട്ട് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുന്നിൽ തന്നെ വച്ചിട്ടുള്ളതാണെന്ന്, ആ പാർട്ടിയുടെ മുന്നിൽ കുഞ്ഞികൃഷ്ണൻ വെച്ച റിപ്പോർട്ടാണ് ജനങ്ങൾക്ക് വിശ്വാസം ഉള്ളത് എന്നും കുഞ്ഞികൃഷ്ണൻ വെച്ച റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി പാർട്ടി വെച്ച റിപ്പോർട്ടിനോട് യാതൊരു രീതിയിലുമുള്ള വിശ്വാസ്യതയില്ല, ജനങ്ങളത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ആ രീതിയിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു നയമാണ് പാർട്ടി കാണിക്കുന്നത് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ടി നിൽക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള അബദ്ധത്തിലേക്കാണ് പാർട്ടി എത്തിപ്പെടുന്നത്. തനിക്ക് 75 വയസ്സുണ്ട്, വളരെ വലിയ രീതിയിലുള്ളൊരു പാരമ്പര്യം പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തനിക്കുണ്ട്. താൻ ഇന്നേ വരെ മറ്റൊരു നേതാവിൻ്റെ അടുത്ത് ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ടും പോയിട്ടില്ല. പക്ഷേ പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഒരു നയരാഹിത്യത്തിന് എതിരെയാണ് തനിക്ക് മത്സരിക്കേണ്ടത്. ആ രീതിയിലാണ് താൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. TK ഗോവിന്ദനെതിരെ ആരോപണങ്ങളുമായിട്ട് മറ്റു പാർട്ടി നേതാക്കളൊക്കെയും എത്തിയിട്ടുണ്ടെങ്കിലും TK ഗോവിന്ദൻ പറയുന്ന ആശയത്തോട്, TK ഗോവിന്ദൻ പറയുന്ന അഭിപ്രായത്തോട് 100% കേരളത്തിൻ്റെ മനസ്സാക്ഷി യോജിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ വാർത്തകളിലൂടെ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ കുഞ്ഞികൃഷ്ണനും ഇതേ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ കണ്ണൂർ രാഷ്ട്രീയത്തിനെതിരെ, കണ്ണൂരിലെ പാർട്ടി ലോബിക്കെതിരെ ആ രീതിയിലുള്ള കടന്നാക്രമണം കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേ ആരോപണം തന്നെയാണ് ഇപ്പോൾ TK ഗോവിന്ദന് മുന്നിൽ വച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നാണ് TK ഗോവിന്ദൻ പറയുന്ന മറ്റൊരു ആരോപണം. അതായത് കുടുംബ രാഷ്ട്രീയമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM കണ്ണൂരിൽ വയ്ക്കുന്നത് എന്നത് മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിനകത്ത് കുടുംബാധിപത്യത്തിൻ്റെ പ്രവണതയാണ് കണ്ടുവരുന്നത്. ആ രീതിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും മറ്റു തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് പാർട്ടി അടിമുടി നാണം കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലായാലും അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ കാര്യത്തിലായാലും ശബരിമലയുടെ മറ്റ് കാണിക്കകളുടെ അഴിമതിയുടെ കാര്യത്തിലായാലും ഒക്കെയും
പാർട്ടി നടത്തുന്ന അഴിമതിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നങ്ങളാണ് പാർട്ടിക്ക് നേരെ ഉയരുന്നത്. അതോടൊപ്പം തന്നെ വ്യാപകമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് അഴിമതിയാൽ മുങ്ങി നിൽക്കുകയാണ് എന്നും അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നു. ഈ രീതിയിൽ ആരോപണങ്ങൾക്കിടയിലാണ് പാർട്ടി മത്സരിക്കുവാൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഭീകരവാദ രാഷ്ട്രീയത്തോടൊപ്പം പാർട്ടി സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആരോപണവുമുണ്ട്. അങ്ങനെ ഈ ആരോപണങ്ങൾക്കിടയിൽ പാർട്ടി മത്സരിക്കാൻ പോകുമ്പോൾ, നിയമസഭാ ഇലക്ഷനിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പരാജയത്തിൻ്റെ രുചിയറിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.